മുഅ്മിനീങ്ങൾ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ് ഉംറ എന്നുള്ളത്. അല്ലെ, ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ഉംറ ചെയ്യാൻ എല്ലാവർക്കും, പ്രത്യേകിച്ച് പോയ ആളുകൾക്ക് പിന്നെ ഭയങ്കരമായ താല്പര്യം. രണ്ടാമത് പോകണം. പോയതിന് ശേഷം നമ്മുടെ പരിശുദ്ധമായ കാബയും പരിസരവും അവിടുത്തെ അവസ്ഥയൊക്കെയും കണ്ട് ആസ്വദിച്ച ആളുകൾക്ക് പിന്നെയും അവിടെ എത്താനുള്ള വലിയ പുതിയ. എന്നാൽ എത്രയോ ആളുകളുണ്ട് പാപങ്ങൾ, കയ്യിൽ പൈസയില്ല, അതിന് കയ്യിൽ പൈസയുണ്ട്, ആരോഗ്യമില്ല. അതിന്റെ ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, പക്ഷെ പോകാനും പാസ്പോർട്ട് ഇല്ല. അതിന്റെ വഴികൾ മുടക്കമാണ്. അങ്ങനെ പല രൂപത്തിലും ബേജാർ അനുഭവിക്കുന്ന ആളുകളൊക്കെയും. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപൂർണമായ രൂപത്തിൽ ഉംറ ചെയ്ത അതേ പ്രതിഫലം കിട്ടുന്ന വലിയ ഒരു പുണ്യകർമ്മം നമ്മുടെ മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. എന്താണ്? ഉംറത്തൻ താമത്തൻ താമ, പരിപൂർണമായ രൂപത്തിൽ തന്നെ ഉംറ ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാനുള്ള വലിയ ഒരു പുണ്യകർമ്മം. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബഹിസ്കാരം കഴിഞ്ഞ് ഖിബ്ലയുടെ ഭാഗത്തിലേക്ക് തിരിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ തസ്ബീഹുകളും ദിക്റുകളുമായി അതിലൊക്കെ മുടങ്ങി സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 റക്അത്ത് നിസ്കാരം, ദുഹാ നിസ്കാരം. ഈ നിസ്കാരം ഒരാൾ ഈ രൂപത്തിൽ നിർവഹിച്ചാൽ, ഏത് രൂപത്തിൽ? നിസ്കാരം കഴിഞ്ഞ് ഖിബ്ലക്ക് മുന്നിട്ട് പള്ളിയിൽ വന്ന ആളാണെങ്കിൽ പള്ളിയിൽ ഖിബ്ലക്ക് മുന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകൾ, തസ്ബീഹുകൾ, ഖുർആനോത്തുകൾ ഇതൊക്കെയായി സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് പിന്നെയും ഇരുന്ന് എന്നിട്ട് ഈ 2 റക്അത്ത് ദുഹാ നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നുണ്ടോ അയാൾക്കുള്ള പ്രതിഫലം എന്താണ്? പരിപൂർണമായ രൂപത്തിൽ ഉംറ ചെയ്ത പ്രതിഫലമാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാസികളായ ആളുകൾക്കെയും പറയുന്നത് കേട്ടിട്ട് നമുക്ക് തീരെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിലുള്ള ആളുകൾക്ക് ഇല്ലാത്തൊരു സ്വഭാവമാണ്. പണി വന്നാലും ഇരിക്കൂല. ഒറ്റ വാചനം അല്ലേ? റാമത്തിന്റെ 10 ദിവസം ഉള്ളിൽ കുറച്ചെല്ല ആളൊക്കെ എങ്ങനെ ഉണ്ടായി? ഞാൻ പറഞ്ഞില്ല, റാമത്തിന്റെ 10 കഴിഞ്ഞാൽ അതൊരു സൈലന്റിന്റെ 10ആണ്. ഇബാദത്തും ഖുർആനോത്തും ദിക്റും സലാത്തും. പിന്നെ വരുന്നത് നെയ്ച്ചോറിന്റെ 10, നസീറിന്റെ 10, ഇങ്ങനെ അതിന്റെ തർക്കാരുണ്ട്. മഹഫിറത്തിന്റെ 10ലും ഇദ്ദത്തിന്റെ 10ലും ഇതന്നെയാണ്. ഖുർആനോത്താണ് എല്ലാം സ്റ്റോപ്പായി. ഇപ്പൊ ഇങ്ങനെയാ പല ഡ്രസ്സും പല കാര്യങ്ങളും. അതിനാണ് അള്ളാഹു റാമത്തിന്റെ 10 ബസ്റ്റന്നെ വെച്ചത്. ആ ബസ്റ്റന്നെ ബസ്റ്റിന്റെ തറാവീസ്കരിക്കാതാണ്. ബസ്റ്റ് അതന്നെ അള്ള ബസ്റ്റ് വെച്ച റാമത്ത് ലാസ്റ്റ് വെച്ചില്ല. എന്ത് റഹ്മത്ത് എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് റഹ്മാനായ അള്ളാന്റെ തീരുമാനം. റഹ്മാനായ അള്ളാന്റെ വലിയ ഒരു റഹ്മത്താണത്. ഏത് തമ്പാടിയാണെങ്കിലും ഏത് കുറ്റക്കാരനാണെങ്കിലും റമദാനിന്റെ ഫസ്റ്റത്തെ 3 ദിവസം ഞാൻ ഭയങ്കര ആക്റ്റീവായി പള്ളിയിൽ വരും, തറാവീസ്കരിക്കും, നോക്ക് നോക്കും. 3 ദിവസം എല്ലാം കറക്റ്റ് ആയിരിക്കും. ആ 3 ദിവസത്തിന്റെ റഹ്മത്തെങ്കിലും എന്റെ അടിമക്ക് കിട്ടട്ടെ എന്നുള്ള തീരുമാനിച്ചു. അല്ലെ, അത് ലാസ്റ്റ് വെച്ചെങ്കിൽ അതും ഇല്ല. ഈ റഹ്മത്തിന് എല്ലാം വന്ന് മഹഫിറത്തുണ്ട്, ഇറ്റത്തുണ്ട്, എല്ലാം ഉണ്ട്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നരകമോചനം റഹ്മത്ത് തന്നെ. പാവം പൊരുത്തേറുന്ന റഹ്മത്ത്, നമ്മുടെ വീടിന്റെ സഹായം റഹ്മത്ത്, ഓർക്ക് നല്ല പുതിയാപ്പുഴ എല്ലാം റഹ്മത്ത് തന്നെ. അതെല്ലാം ഫസ്റ്റ് വെച്ച്. അല്ലെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ നിങ്ങൾ പള്ളിയല്ല ഇപ്പൊ പള്ളി എംറ്റിയാവാൻ തുടങ്ങി. ഇപ്പൊ പോയവരില്ല, ആളില്ല. അവ അറബികൾക്കൂടെ ഏറ്റവും വലിയ സ്വഭാവം. അറബികൾ, ഇറാനികൾ, പാകിസ്ഥാനികൾ അവർക്ക് പള്ളിയിൽ വന്നാൽ ഈ ഒരു പുണ്യകർമ്മം ചെയ്തിട്ടല്ലാതെ അവർ തിരിച്ചു പോകില്ല. അതുകൊണ്ടാണ് അവർക്ക് വലിയ വർക്കത്ത്. അവർക്ക് വലിയ വർക്കത്തതാണ്. ഏതാവട്ടെ, ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമുക്ക് ചിലപ്പോ ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. ഈ ഉംറ കിട്ടുന്ന ഉംറ പ്രതിഫലമായി കിട്ടുന്ന ദുആ നിസ്കാരം. എന്നാലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമാണ്. വിലങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, സ്വഹാബ, ഓരോ മനുഷ്യന്റെ ശരീരത്തിൽ 360 കെണിപ്പുകൾ ഉണ്ടെന്നാണ്, ജോയിന്റുകൾ. ഓരോരുത്തരുടെ ബോഡിയിൽ 360 ജോയിന്റുകൾ ഉണ്ടെന്നാണ് റസൂലുള്ളാഹി ഞങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഓരോ ജോയിന്റുകൾക്കും ഓരോ ദിവസങ്ങളും നിങ്ങൾ സ്വതത്ത് കൊടുക്കണേ എന്നുള്ളൂ. ആരോടായി പറയുന്നത്? സ്വഹാബത്തിനോട്. ഞങ്ങളോട് പറഞ്ഞെങ്കിൽ പ്രശ്നമില്ല, ഞമ്മ പറയും ആ കൊടുക്കാനില്ല, എന്തിന്റെ പൈസ. സ്വഹാബത്ത് എന്ന് പറഞ്ഞ ആരല്ലോ? ഭർത്താവ് പള്ളിയിൽ വന്നാൽ നിസ്കാരത്തിന്റെ ദിക്റൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു പോകുന്ന സ്വഹാബത്തായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് അവിടെ കൊടുക്കാൻ തുടങ്ങിയില്ല, ഭാര്യയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയില്ല. കൂടെ വരെ ദിക്റും തസ്ബീഹായാൽ ഭാര്യന്റെ നിസ്കാരം അതാവും. അപ്പൊ അത്രത്തോളം ഭാര്യക്കും ഭർത്താവിനും ഒരു പലക്കാർക്കും ഒറ്റ വസ്ത്രം. അങ്ങനെയുള്ള സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ, 360 ജോയിന്റ് ഉണ്ട് നിന്റെ ബോഡി.
അതുകൊണ്ട് ഓരോന്നിനും സ്വതപ്പ് കൊടുക്കണോ അല്ലെ? നമ്മൾ ചിന്തിച്ചാ നമ്മളിപ്പോ സൂചി പിടിക്കല് കത്തി പിടിക്കല് എന്നെ ഒരുപോലെയാണ്. സൂചി പിടിക്കൽ എങ്ങനെയാ? സൂചി ഇങ്ങനെയല്ല പിടിക്കുന്നത് അല്ലെ? അല്ലെ, സൂചി പിടിക്കൽ ഇങ്ങനെയാണ്, കത്തി പിടിക്കൽ ഇങ്ങനെയാണ്, ചങ്ങാല പിടിക്കൽ ഇങ്ങനെയാണ് അല്ലെ? അല്ലെ, ഓരോന്നും നമ്മൾ ഒരു കുട്ടിയെ നോക്കി പിടിക്കല് ഇന്നലെ നമ്മള് നെയ്ച്ചോറ് മന്തിയാണ് ഉണ്ടാക്കി, അതിന്റെ ആ കുക്കുണ്ടല്ല, അതിന്റെ ആ ചട്ടി ഇങ്ങനെ അടിയുടെ ചോറെല്ലാം എടുക്കാൻ വേണ്ടി പിടിക്കുന്നത് വേറെ ഒരു ഐറ്റമാണ്. എല്ലാത്തിനും എന്താണോ നമ്മുടെ കെണിപ്പുകൾ, ജോയിന്റുകൾ പ്രവർത്തിക്കണോ? ജോയിന്റ് പ്രവർത്തിച്ചില്ലെങ്കിലും കത്ത് പിടിക്കാൻ കഴിയില്ല. പിടിക്കാൻ കഴിയാത്ത ആളുകൾ എത്രയുണ്ട്? കത്തിക്കത്ത് ഇല്ല സാർ, പിടിക്കാൻ കഴിയുന്നില്ല. ജോയിന്റ് കറക്റ്റില്ല, ജോയിന്റ് കറക്റ്റില്ല. അപ്പൊ 360 ജോയിന്റുകൾ നമ്മുടെ ബോഡി, ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ ഓരോന്നിനും സ്വതപ്പ് കൊടുക്കണം. മുഹമ്മദ് റസൂലുള്ളാഹ്. എന്നിട്ട് സ്വഹാബത്തിന്റെ ഒരു ഓഫറായി റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞിരുന്നു, എന്താ? കുല്ലു തസ്ബീഹിൻ സദഖ വകുല്ലു തഹ്മീദിൻ സദഖ വകുല്ലു തഹ്ലീലിൻ സദഖ. ഓ സഹാബ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ടോ? അത് സദഖയാണ്. നിങ്ങൾ അൽഹംദുലില്ലാഹ് ചൊല്ലുന്നുണ്ടോ? സദഖയാണ്. അപ്പൊ അതൊക്കെയും സ്വഹാബത്തിന് വലിയ ആശ്വാസമായിരുന്നു. വേണോ കയ്യിൽ പൈസ കൊടുക്കാൻ? അപ്പൊ ഒരു സുബ്ഹാനല്ലാഹ് ഒരു സദഖന്റെ കൂടി. പക്ഷെ ഈ 360 ജോയിന്റുകൾക്കും സദഖ കൊടുക്കണോ? അപ്പൊ അതിനെന്താ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്? ഓ സഹാബ, നിങ്ങൾ ഓരോ ദിവസവും 2 റക്അത്ത് ദുആ നിസ്കരിക്കുന്നുണ്ടോ? ഈ 2 റക്അത്ത് ദുആ നിങ്ങളുടെ ബോഡിയിലുള്ള 360 കെണിപ്പുകൾക്കുള്ള സ്വതക്കയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇന്നെന്താ നമുക്ക് മുട്ടുവേദനയുടെ പ്രശ്നം, നടുവേദന എന്തുകൊണ്ട് വന്നു? ഓരോ കെണിപ്പുകൾക്ക് അസുഖം എന്തുകൊണ്ട് വന്നു? ദുആ നിസ്കാരം ഇല്ലാത്തതുകൊണ്ടാണ്. ദ്വാനിസ്കാരമുണ്ടോ? നമ്മുടെ ഓരോ കെണിപ്പുകൾ അള്ളാഹുക്കും എന്താ അതിന് വേണ്ടി സദഖ കൊടുക്കുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള സദഖയാണ് ദ്വാനിസ്കാരം. അത് നഷ്ടപ്പെട്ടപ്പോ ഭയങ്കര ഊരവേദന, ഭയങ്കരമായ പള്ളിയിൽ കസാര ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്റെ പ്രശ്നം എന്താ? സത്യാണിത്. ഇവിടെ നാട്ടില് ദ്വാനിസ്കരിക്കുന്ന ഭയങ്കര കുറവാണ്. അതിന് സമയം ഉണ്ടെങ്കിൽ നിസ്കരിക്കൂല. ഉച്ചവരെയുള്ള സമയം, സൂര്യൻ ഉദിച്ചാൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ലോക നിസ്കാരം വരെ അതിന് സമയമുണ്ട്. എന്നിട്ട് ആര് നിസ്കരിക്കുന്നു? നിസ്കാരം വളരെ കുറവാണ്. മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികർക്ക് പള്ളിയിൽ വന്നിട്ടാണെങ്കിൽ വീട്ടിൽ ആ നിസ്കാരം നിസ്കരിക്കുന്ന പതിവ്. അവർക്ക് മുട്ടുകൊമ്പലില്ല. പണ്ട് പള്ളിയിൽ കസാര പണ്ടത്തെ പള്ളിയിൽ കസാര ഒരേ കസാര, അതേ മിമ്പർ മാത്രം. അത്തീവ് വെള്ളിയാഴ്ച മാത്രം ഇരിക്കുന്ന ഒരു മിമ്പർ അല്ലാത്ത ഒരു കസാരയും പണ്ടത്തെ പള്ളിയിലില്ല. എന്തേ? അവർക്ക് മുട്ടുവേദനയില്ല, നടുവേദനയില്ല, ഒരു പ്രശ്നമില്ല. നല്ല മാത്രമാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടതാണ്ട് ഒരു കാല് പിടിച്ചെടുത്താണ് ഒരേ കാല്. അയാൾ കസാരയിരിക്കാണ്, അയാളെ നിർത്തിനാണ്. നിന്നെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇരിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം മുട്ടിന്റെ ഭയങ്കര പ്രശ്നമാണ്. മുട്ടിന്റെ പ്രശ്നമാണ്, ഊരന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് കസാര ഉപയോഗിക്കുന്നത്. എന്നതിന്റെ കാരണം നമ്മൾ ചിന്തിച്ചാൽ മതി. ദ്വാനിസ്കാരമില്ല. അതിന് കൊടുക്കേണ്ട ആ സ്വതക്ക, ആ കെണിപ്പുകൾക്ക് കൊടുക്കേണ്ട സ്വതക്ക നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാ അസുഖങ്ങളും, പ്രശ്നങ്ങളും, രോഗങ്ങളും, കെണിപ്പുകളും ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അല്ലാഹു തആല നമുക്ക് അത് ചെയ്യാനുള്ള തൗഫീഖ്. അപ്പൊ ഇത് പഠിക്കാൻ മാത്രമല്ല, റമദാൻ കേട്ടല്ലേ, ഇനി റമദാന്റെ ബാക്കിയുള്ള ദിവസങ്ങൾ, 6 ദിവസം 7 ദിവസങ്ങളും ഈ ദിവസങ്ങളിലും ദ്വാനിസ്കാരം കുറച്ച് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കാം. കഴിയുന്ന ആളുകൾ നിസ്കരിക്കണന്റെ ഇരുന്നിട്ട് ആ ഉംറന്റെയും ഈ സ്വതക്കന്റെയും കൂലി എടുത്തു പോകുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ്. അപ്പൊ നമുക്ക് വേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ ഉസ്താദാക്കിയിട്ടല്ല, ഉസ്താദിനെ പോയി നോക്കില്ല, നമുക്ക് വേണ്ടിട്ട് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്താൽ നമുക്ക് വലിയ നഫ്റുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ, ഓരോ ഉമ്മമാരും അതുപോലെ മുഅ്മിനീങ്ങളിൽ പലരും എല്ലാ ദിവസവും കൃത്യമായി ദുആ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. പടച്ചോനെ 2 അല്ല 4 അല്ല 8ഓളം ദുആ നിസ്കരിക്കുന്ന ആളുകൾ പോലും പടച്ചോനെ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ആ ഇബാദത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ആ നിസ്കാരം കൊണ്ട് ശരീരത്തിന്റെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വല്ലാത്ത ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദനയാണ് റഹ്മാനെ. ചെറിയ പ്രായത്തിൽ തന്നെ 30, 25 വയസ്സാകുമ്പോൾ തന്നെ മുട്ടുനൊമ്പലും അതുപോലെ നടുവേദനയും ഊറവേദനയും ഡിസ്കിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പെടയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് യുവതികളുണ്ട്. യാ ഷാഫി അല്ലാഹ്, എല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാനിന്റെ പാതിരാത്രിയുള്ള നിസ്കാരം ഒരുപാട് നേരം നിസ്കരിക്കുമ്പോൾ കാലിന് വല്ലാത്ത വേദനയുണ്ട്, അതുപോലെ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് പോലും
നിന്റെ പൊരുത്തം ആഗ്രഹിച്ച് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, സ്വീകരിക്കണേ അല്ലാ. ഓരോ ആരാധനകൾ നീ പൊരുത്തപ്പെടുന്ന ഇബാദത്തുകളായി നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചോനെ, റമദാനിന്റെ 1 മുതൽ ഈ ദിവസം വരെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൂടെ റമദാനുകളിൽ ചെയ്ത അമലുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വീകരിക്കണേ അവൻ. നോമ്പ് തുറക്ക് വേണ്ടി തരുന്ന ആളുകൾ, പള്ളിക്ക് വേണ്ടി സഹായിക്കുന്ന ആളുകൾ, കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള കഞ്ഞി, അതുപോലെ പലഹാരങ്ങൾ, പല രൂപത്തിലുള്ള സഹായങ്ങൾ തരുന്നവരുടെ പടച്ചോനെ, അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ ദിവസവും ഉച്ച മുതൽ രാത്രി വരെ രാത്രി സമയത്ത് എണിച്ചിട്ട് പോലും നമുക്ക് ഭക്ഷണങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന നല്ലവരായ നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, ഉസ്താദന്മാരായ നമുക്ക് അത്താഴവും അതുപോലെ മുത്താഴവും നോമ്പുതറയും അതൊക്കെയും നല്ല രൂപത്തിൽ ഉണ്ടാക്കി അയക്കുന്ന നല്ലവരായ വീട്ടുകാർക്കൊക്കെയും നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. പകരമായി പടച്ചവന് നിന്റെ റഹ്മത്ത് അവരിലേക്ക് നീ ചൊരിയണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. രോഗികളായി കഴിയുന്ന ആളുകൾ, പടച്ചവനെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകൾ, വീട്ടിൽ കിടക്കുന്ന ആളുകൾ, എത്രയോ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർക്ക് നീ പരിപൂർണ്ണ ശിഫാ നൽകുന്നു, രോഗശമനം നൽകണേ അല്ലാ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നമ്മുടെ അബ്ദുൽ നമ്മുടെ അസീനാൻ ചാന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉമ്മ ഇങ്ങനെ മരിച്ചുപോയി. ഉമ്മാക്ക് നീ മഗ്ഫിറത്ത് നൽകല്ല. എന്തൊരു നല്ല മരണമാണ് റമദാനിന്റെ പുണ്യ ദിവസത്തിലുള്ള മരണം. അങ്ങനെ എത്ര ആളുകളാണ് റമദാനിന്റെ നല്ല നല്ല ദിവസങ്ങളിൽ, രാത്രികളിൽ, പകലുകളിൽ നിന്റെ റഹ്മത്തിലേക്ക് നീ കൊണ്ടുപോയ ആളുകൾ. അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. ഞങ്ങൾക്കും അതുപോലെ ഈമാനുള്ള നല്ല മാസം, നല്ല സമയം, നല്ല ദിവസം, നല്ല രൂപത്തിലുള്ള മരണം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. മുഹമ്മദ് عليه وسلم. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم أدخلني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.